ക്ലോത്ത് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അരികുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രീം കളർ ക്ലോത്ത് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കണം. ഈ ക്ലോത്ത് മറിച്ചെടുക്കുന്നത് വീഡിയോയിലൂടെ കാണിക്കുന്ന പോലെയാണ്. പകുതി മാത്രം മറിച്ചെടുത്താൽ മതി. അതിൻ്റെ 2 അരികു വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിലാണ് മറിച്ചെടുക്കേണ്ടത്. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം ക്രീം കളർ ക്ലോത്ത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വെച്ചതിന് ശേഷം തുന്നിയെടുക്കാം. വീഡിയോയിലൂടെ കാണിക്കുന്ന പോലെയാണ് തുന്നിയെടുക്കേണ്ടത്. തുന്നിയെടുത്ത് അത് വലിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്ത് കെട്ടിട്ട് കൊടുക്കാം. പെട്ടെന്ന് തുന്നൽ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് അതിൽ ചുളിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ലെവലാക്കി എടുക്കണം. ഇതുപോലെ. ഇനി അതിലേക്ക് കോട്ടൺ നിറച്ച് കൊടുക്കാം. ഒന്ന് അത് ചമ്പി നിൽക്കാതെ കുറച്ച് ഉയർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സെൻറ്ററിൽ കൂടി തുന്നിയെടുക്കാം. തുന്നിയെടുത്ത് കെട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തുന്നിയെടുക്കാം. തുലിപ്പ് ഫ്ലവറാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇത് ഫ്ലവർ ഫ്രോക്കിൽ ഒക്കെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് ചെയ്തെടുത്താൽ ഫ്രോക്കിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്ത മറ്റു ഫ്ലവറാണിത്. ഞാൻ ഒരു ഫ്രോക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.